ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ജീവിതയാത്രകളിൽ പലപ്പോഴും ലക്ഷ്യം തെറ്റിയവരായി നമ്മൾ ജീവിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്ത ആരും തന്നെയില്ല. ദൈവം നമ്മെ ഈ ഭൂതലത്തിൽ സൃഷ്ടിക്കുമ്പോൾ കർത്താവിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു നമ്മെക്കുറിച്ച്. എന്താണ്? ഞാനും നിങ്ങളും കേടില്ലാത്ത ഫലങ്ങളായി ദൈവരാജ്യം അലങ്കരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം. അതൊരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം ഇന്ന് പലപ്പോഴും വ്യതിചലിച്ചു പോകുന്നു. ഈ ലോകത്തിൻ്റെ മോഹങ്ങളും പാപങ്ങളും ഇൻപങ്ങളും ഒക്കെ മനുഷ്യനെ പിടിക്കുന്നത് മൂലം ആ ലക്ഷ്യം അവരിൽ നിന്നങ്ങനെ അകലം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് ഒരുപാട് സാധ്യതകളൊക്കെ ഒരുക്കി നൽകിയിട്ടുണ്ട്. നമുക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് ആത്മീയ ലക്ഷ്യം, രണ്ട് ഭൗതിക ലക്ഷ്യം. വേദഭാഗം എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നമ്മുടെ ലക്ഷ്യം മാറാതിരിപ്പാൻ, നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകുന്ന ദർശനങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, സത്യം നിലനിൽക്കണം, ഘനമായത് നീതിയായ പ്രവൃത്തികൾ, നിർമ്മലത നമുക്കുണ്ടാകണം, രമ്യമായത് സ്നേഹത്തിൽ ഇടപെടുന്നൊരു അനുഭവം ഉണ്ടാകണം, സൽകീർത്തിയായത് സൽഗുണമായത് ഇവയൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അപ്പോൾ എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. സങ്കീർത്തനം 15 പറയുന്നുണ്ട്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവൻ, കള്ളസത്യം ചെയ്യാതിരിക്കുന്നവൻ. അപ്പോൾ അവിടെയും നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്കൊരുപാട് ഘടകങ്ങളുണ്ട്. ഒരു നീതിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ പൗലോസ് നമ്മോട് പറയുന്നത് പോലെ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, സ്പിരിച്വൽ എയിം ആൻഡ് ഫിസിക്കൽ എയിം. ഈ ഫിസിക്കൽ എയിം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ ഉന്നതരായി ഉയർന്ന് വളർന്ന് നമ്മൾ എത്തിപ്പെടേണ്ട ഒരു ലക്ഷ്യത്തിലേക്ക്, നല്ലൊരു ഡോക്ടേഴ്സായോ എഞ്ചിനീയറായോ നല്ലൊരു അധ്യാപകനായോ ശാസ്ത്രജ്ഞന്മാരായോ IAS ആയിട്ടോ നല്ലൊരു അധ്യാപകരായിട്ടോ ഒക്കെ നമ്മൾ മാറുന്നു. ആ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ച ശേഷം അതിൽ നമ്മൾ താഴെ ഇറങ്ങും. ആ സ്ഥാനത്ത് നമ്മൾ താഴെ ഇറങ്ങിയാൽ പിന്നെ ആ സ്ഥാനത്തോട് നമുക്ക് കയറാൻ കഴിയില്ല. അവിടെ നമ്മുടെ ആ ലക്ഷ്യം കൈവരിച്ചു അവിടെ തീരുകയാണ്. കാരണം അതൊരു സ്ഥായിയായിട്ടുള്ളതല്ല, അനശ്വരമായിട്ടുള്ളതല്ല, നശ്വരമായിട്ടുള്ളതാണ്. അത് നമുക്കൊരിക്കൽ ആ സ്ഥാനം മറ്റൊക്കെ നമ്മൾ വിട്ടിറങ്ങേണ്ടവരാണ്. പക്ഷേ ഈ സ്പിരിച്വൽ എയിം എന്ന് പറയുന്നത് നമ്മൾ കേടില്ലാത്ത ഫലങ്ങളായി സ്വർഗരാജ്യത്തെ അലങ്കരിക്കാൻ പ്രാപ്തരായി തീരണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നിന്നു പോകാത്ത അനശ്വരമായ ഒരു ലക്ഷ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിനൊടുവിൽ വീണ്ടും നമ്മൾ കർത്താവിനോടുകൂടെ ആ ലക്ഷ്യത്തിൽ, ആ നിത്യതയിൽ നമ്മൾ പങ്കാളികളായി തീരുന്നു എന്നുള്ളതാണ്. ഇതാണ് സ്പിരിച്വൽ എയിമും ഫിസിക്കൽ എയിം തമ്മിലുള്ള വ്യത്യാസം. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യത്തിൽ പഠിപ്പിക്കുന്നത്, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ക്രിസ്തുവിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അവിടെ പറയുന്നത്, നിങ്ങളുടെ അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കുക, വിശ്വാസം എന്ന പരിചയം എടുക്കുക, രക്ഷ എന്ന സ്ഥിരസ്ഥാനം ധരിക്കുക, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് കൈക്കൊള്ളുക. പിന്നെ പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും പ്രാർത്ഥനയിൽ ഒരു പൂർണ്ണ സ്ഥിരതയുള്ള ജീവിതം. ഇതാണ് സ്പിരിച്വൽ എയിമിലേക്കുള്ള ഒരു ശക്തി എന്ന് പറയുന്നത്. ഒരിക്കൽ ലൗകിക സുഖങ്ങളെല്ലാം വിടിഞ്ഞ് ഒരു മനുഷ്യൻ സന്യസിക്കുവാൻ തീരുമാനിച്ചു. ക്രമേണ ഈ സന്യാസി ചില്ലിക്കാശെന്ന ചിന്ത മനസ്സിൽ ആലോചിച്ച് വളർത്തി. കയ്യിൽ കിട്ടിയ ഒറ്റക്കാശുകളെല്ലാം ഒരു കുടുക്കയിൽ സന്യാസി സൂക്ഷിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ കാണുന്നവരോടൊക്കെ ഓരോ കാശു വീതം ധർമ്മം ചോദിച്ചു തുടങ്ങി. അപ്പോൾ സന്യാസിയല്ലേ, പണത്തോട് ആർത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഓരോ കാശ് മാത്രം ചോദിക്കുന്നത് എന്ന് ഓരോരുത്തരും പറഞ്ഞ് 5ഉം 10ഉം കാശു വീതം കൊടുത്തു തുടങ്ങി. 10ൻ്റെ തുട്ടുകൾ കണ്ടു തുടങ്ങിയപ്പോൾ ഈ കൈവശമുണ്ടായിരുന്ന ഒറ്റ കാശുകളെല്ലാം 10ൻ്റെ തുട്ടുകളാക്കി. ഈ 10ൻ്റെ തുട്ടുകളിടാൻ കുടുക്ക പറ്റുകയില്ലെന്ന് സന്യാസിക്ക് തോന്നി. അവ സൂക്ഷിക്കാൻ ഒരു പെട്ടി ഉണ്ടാക്കി. ആ തുട്ടുകളെല്ലാം പെട്ടിയിലായപ്പോൾ അവ പൂട്ടി വയ്ക്കണമെന്നൊരു മോഹം. അതിനുവേണ്ടി ഈ പെട്ടിക്ക് ഒരു പൂട്ടും പണിയിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് ഈ ചെമ്പ് തുട്ടുകൾ മാറി വെള്ളി നാണയങ്ങളാക്കി. ഈ വെള്ളിയുടെ തിളക്കം കണ്ടപ്പോൾ സ്വർണ്ണമായാൽ എന്ത് മനോഹരമായിരിക്കുമെന്ന് സന്യാസി ചിന്തിക്കുവാൻ തുടങ്ങി. അവ പെട്ടിയിൽ സൂക്ഷിക്കുന്നത് ബുദ്ധിമോശമെന്ന് കരുതി ചിന്തിച്ച് അദ്ദേഹം ഒരു സ്വർണ്ണമാല ഉണ്ടാക്കി പെട്ടിയിൽ സൂക്ഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഉറക്കമില്ലാതായി. പിന്നെ ഈ സ്വർണ്ണമാല കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്ന് സന്യാസിക്ക് തോന്നിയപ്പോൾ ഈ സ്വർണ്ണമാല കഴുത്തിൽ അണിയാൻ തുടങ്ങി. അപ്പോൾ കഴുത്തിൽ അണിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു വല്ലാത്തൊരു വിമ്മിഷ്ടമുണ്ടായി. കാരണം സ്വർണം സന്യാസിക്ക് ചേർന്നതല്ല എന്ന ചിന്തയും മനസ്സിൽ പോരാട്ടം തുടങ്ങി.
അപ്പോൾ അങ്ങനെ അവസാനമായി സന്യാസി ഒരു തീരുമാനത്തിലെത്തി. ഏതായാലും സ്വർണം ഉപേക്ഷിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, ഈ സന്യാസം ഉപേക്ഷിക്കുവാൻ ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ. അവസാനം സന്യാസം ഉപേക്ഷിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ കുടിയിരുത്തുന്ന ചിന്തകൾ നമ്മെ എത്രമാത്രം നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ചില്ലിക്കാശ് വരുത്തി വെച്ച വിന എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യത്തിന് വിഘാതമായി പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സത്യം ഉണ്ടാകേണ്ടിടത്ത് അസത്യമുണ്ടാകും, നീതി ഉണ്ടാകേണ്ടിടത്ത് അനീതി ഉണ്ടാകും, നിർമ്മലത ഉണ്ടാകേണ്ടിടത്ത് വിശുദ്ധി ഇല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകും, നല്ല ഗുണങ്ങൾ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ദുർഗുണങ്ങൾ അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഫലങ്ങൾ നമ്മെ വേട്ടയാടാൻ തുടങ്ങും. പിന്നെ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ഉയരത്തിലുള്ളതല്ല, ഈ ഭൂമിയിലുള്ളതായിരിക്കും. കർത്താവിനോടുകൂടെ പഠിച്ചത് നമ്മൾ മറന്നുപോകും, ഗ്രഹിക്കുന്നത് നമ്മൾ വിട്ടുകളയും, കേട്ടിട്ടുള്ളത് നമ്മൾ കളയും, കണ്ടിട്ടുള്ളതെല്ലാം നമ്മൾ മറക്കും. പിന്നെ നമ്മുടെ പ്രവൃത്തിയെല്ലാം ലക്ഷ്യത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാം ആയി മാറും എന്നുള്ളതാണ്. ഒരു ചിന്തകൻ ഇപ്രകാരമാണ് പറയുന്നത്: ഒരു ചിന്ത വിതച്ച് ഒരു പ്രവൃത്തി കൊയ്യുന്നു, ഒരു പ്രവൃത്തി വിതച്ച് ഒരു പരിചയം കൊയ്യുന്നു, ഒരു പരിചയം വിതച്ച് സ്വഭാവം കൊയ്യുന്നു, ഒരു സ്വഭാവം വിതച്ച് ഒരു അന്തം കൊയ്യുന്നു. മലിനമായ ചിന്തകൾ നാം മനസ്സിൽ പരിപോഷിപ്പിച്ചാൽ നമ്മുടെ സ്വഭാവം മലിനമാകും. അന്തരീക്ഷ മലിനീകരണത്തെക്കാൾ ഏറ്റവും വിഷമയമാണ് സ്വഭാവ മലിനീകരണം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായ ഘടകങ്ങളും ഈ ഭൂതലത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങൾ നമുക്കെല്ലാം അറിയാം. അവനിങ്ങനെ ഊടാടി സഞ്ചരിക്കുകയാണ്. ആരെ വിഴുങ്ങണം, ആരുടെ ജീവിതത്തിൽ കടന്നു ചെല്ലണം, ആരുടെ ലക്ഷ്യമൊക്കെ തകർക്കണം എന്നിങ്ങനെ ഊടാടി സഞ്ചരിച്ചു നടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ഓർക്കേണ്ടത്, പല ദുഷ്പരിചയങ്ങൾക്കും മനുഷ്യൻ അടിമയാകുന്നത് മനസ്സിൽ കുടിയിരുത്തുന്ന ചിന്തകളുടെ ഫലമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ, പല ദുഷ്പരിചയങ്ങളും മനുഷ്യൻ അടിമയാക്കുന്നത് മനസ്സിൽ കുടിയിരുത്തുന്ന ചിന്തകളുടെ ഫലമായിട്ടാണ്. നമ്മിലുണ്ടാകുന്ന ചിന്തകളെയും വികാരങ്ങളെയും അവയേക്കാൾ ശ്രേഷ്ഠമായ ചിന്തകൾ കൊണ്ട്, എന്ന് പറഞ്ഞാൽ ദൈവവചന ചിന്തകൾ കൊണ്ട്, നീതിയായ ശക്തി കൊണ്ട് ഈ തിന്മയുടെ വികാരങ്ങളെ നമുക്ക് ജയിക്കാനായിട്ട് കഴിയണം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ആരോഗ്യപരമായ ചിന്തകളും ആശയങ്ങളും മനസ്സിൽ വളർത്തുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമുക്ക് നന്മ വരുത്തുന്ന, ആയുസ് വരുത്തുന്ന, ദീർഘായുസ് വരുത്തുന്ന നല്ല ആരോഗ്യപരമായ ദൈവിക ചിന്തകൾ, നല്ല ജ്ഞാനം, നല്ല ബുദ്ധി, നല്ല വിവേകം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭരിക്കുമ്പോൾ നിശ്ചയമായും നമ്മൾ നല്ല ലക്ഷ്യമുള്ളവരായി മാറും. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചനം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ സഞ്ചരിക്കണം, എങ്ങനെയൊക്കെ നടക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ശലോമോൻ ജ്ഞാനി വളരെ വ്യക്തമായ ദർശനം നമുക്ക് നൽകുകയാണ്. അപ്പോൾ ആരോഗ്യപരമായ ചിന്തകളും വിശ്വാസപരമായ ചിന്തകളും പ്രാർത്ഥനാ നിർഭരമായ അനുഭവങ്ങളും നല്ല വാക്കുകളും പ്രവൃത്തികളും മനസ്സിൽ വളർത്താൻ, ഹൃദയത്തിൽ വളർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം തെറ്റാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് കഴിയും. അലസൻ്റെ മനസ്സ് സാത്താൻ്റെ പണിശാല എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയോ വാസ്തവമാണ്. ഇവിടെയാണ് പൗലോസ് പറയുന്നത്, ഈ ഒരു മനുഷ്യൻ ആത്മീയമായി അലസതയുള്ളവനായി ലക്ഷ്യം തെറ്റിയവനായി ജീവിക്കാതിരിക്കുവാൻ വേണ്ടി പൗലോസ് നമുക്ക് നൽകുന്ന ദർശനമാണ് സത്യമായത് ഒക്കെയും, നിർമ്മലമായതൊക്കെയും, രമ്യമായതൊക്കെയും, സൽകീർത്തിയായതൊക്കെയും, സൽഗുണമായതൊക്കെയും ജീവിതത്തിൽ ചിന്തിച്ചുകൊള്ളുവിൻ. ട്രോജൻ യുദ്ധം കഴിഞ്ഞ് ഗ്രീക്കുകാർ ഒഡീസീസിൻ്റെ നേതൃത്വത്തിൽ സ്വദേശത്തേക്ക് മടങ്ങുകയാണ്. ഇങ്ങനെ ചിന്തകൾ ചിറകു വിരിച്ച് വീട്ടിലേക്ക് പറക്കുകയാണ്. ആകാംക്ഷഭരിതരായി കപ്പൽ യാത്ര ചെയ്യുകയാണ്. കപ്പൽ ഒരു ദ്വീപിൽ ശുദ്ധജലം തേടി നങ്കൂരമുറപ്പിച്ചു. ഏതാനും പേർ ശുദ്ധജലം തേടി യാത്രയായി. എന്നാൽ അവർ മടങ്ങി വരാൻ താമസിച്ചപ്പോൾ ഇവരെ അന്വേഷിച്ച് മറ്റു ചിലർ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ശുദ്ധജലം അന്വേഷിച്ചു പോയ ഈ സ്നേഹിതർ അവിടെ ആടിപ്പാടി നടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അവർ പോയ ലക്ഷ്യമെന്താണ്? നല്ല ഉറവ, നല്ല തെളിനീരുറവ തേടിപ്പോയവരാണ്, ശുദ്ധജലം തേടിപ്പോയവരാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറി ഒരു അശുദ്ധ ചിന്താഗതിയിലേക്ക് അവർ അങ്ങ് സഞ്ചരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാം മറന്ന് അവർ ആടിപ്പാടിയത് എന്തിനു വേണ്ടിയാണ് എന്നവർ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ആ ദ്വീപിൽ കണ്ട ഒരിനം കായ് അവർ ഭക്ഷിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ജീവിതയാത്രയിൽ ഇതുപോലെയുള്ള ചില ലോട്ടസ് പഴങ്ങളുടെ ലഹരിയിൽ നാം മത്തുപിടിച്ച് നമ്മുടെ ആത്മീക ലക്ഷ്യം തെറ്റിയവരായി നമ്മൾ നടക്കുകയാണ്. ഈ ആത്മീക ലക്ഷ്യം തെറ്റിയാൽ നമ്മുടെ ഭൗതിക അടിസ്ഥാനവും തകരുന്നു. എല്ലായിടത്തും നമ്മൾ വീണുപോകുന്നു, ദുഷ്പേര് സമ്പാദിക്കുന്നു, മറ്റുള്ളവർക്ക് ഇടർച്ചക്കല്ലുകളായി മാറുന്നു. കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും എല്ലാവർക്കും നമ്മൾ ഇടർച്ചക്കല്ലായി മാറുകയാണ്. ഈ മണലിൽ മേൽ പണിത വീടും പാറമേൽ പണിത വീടും രണ്ട് വ്യക്തികളായി നമ്മൾ എടുക്കുമ്പോൾ, പാറമേൽ പണിത ഒരു അടിസ്ഥാനമിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം ഈ ലോകത്ത് ലക്ഷ്യം തെറ്റാത്തവനായി മുന്നോട്ട് പോകും. പക്ഷേ മണലിൽ മേൽ വീട് പണിത ഒരു മനുഷ്യനായാൽ ഈ ലോകത്തിൻ്റെ ദുഷ്ടചിന്തകളും ആശയങ്ങളും ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും മോഹങ്ങളും തിന്മകളൊക്കെയും അവനുള്ളിൽ കുടിയിരുത്തുമ്പോൾ
അവൻ്റെ ജീവിതം ഒരു മണലിന്മേൽ പണിത വീട് പോലെ ആയിത്തീരുകയും അവൻ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും തകർന്ന് ഇല്ലാതാവുകയാണ്. ലക്ഷ്യം തെറ്റുന്ന പാപം എന്താണെന്ന് ചോദിച്ചാൽ ഉന്നം പിഴയ്ക്കലാണ് ഈ ലക്ഷ്യം തെറ്റൽ എന്ന് പറയുന്നത്. നാം ആകേണ്ടത് ആയിത്തീരാതിരിക്കുന്നതാണ് ലക്ഷ്യം തെറ്റൽ. നാം എന്താണോ ആകേണ്ടത് അത് ആയിത്തീരാതിരിക്കുന്നതാണ് ലക്ഷ്യം തെറ്റൽ. അതിന് വിഘാതമായി നിൽക്കുന്നതാണ് പാപം. സ്പിരിച്വൽ എയിമിൽ നമ്മുടെ ലക്ഷ്യം നാം എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നതായിത്തീരുന്നില്ല. ദൈവരാജ്യത്തിൻ്റെ നല്ല മുത്തുകളായി തീരേണ്ട ഞാനും നിങ്ങളും ആയിത്തീരാതിരിക്കുന്നതാണ് ലക്ഷ്യം തെറ്റൽ എന്ന് പറയുന്നത്. നാം ആത്മീയ തലത്തിൽ നാം എവിടെയാണോ ആയിരിക്കേണ്ടത് അവിടെ ആയിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ദൈവം നമ്മെ സ്വന്തം മക്കളാക്കി തീർത്ത് ദൈവരാജ്യത്തിൽ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. ആ ലക്ഷ്യത്തിലേക്ക് നിന്ന് നമ്മൾ വ്യതിചരിക്കുന്നതാണ് ഈ ആത്മീയമായ ലക്ഷ്യം തെറ്റൽ എന്ന് പറയുന്നത്. ഭൗതികമായ ലക്ഷ്യം തെറ്റലും എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ദൈവം തന്നിരിക്കുന്ന അടിസ്ഥാന തലങ്ങളിലൂടെ വളർന്നാകേണ്ടത് അത് ആയിത്തീരാതിരിക്കുന്നതാണ് ഈ ഭൗതികമായ ലക്ഷ്യം തെറ്റലും എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും ശരിയാകണമെങ്കിൽ സ്പിരിച്വൽ എയിം വളരെ കറക്റ്റാകുമ്പോൾ നിശ്ചയമായും നമ്മൾ അനുഗ്രഹീതമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ശുദ്ധജലം തേടിയുള്ള പ്രയാണത്തിലാണ് നാം ആയിരിക്കുന്നത്. കലങ്ങി മറിഞ്ഞ ചെളി നിറഞ്ഞ വെള്ളമല്ല, തെളിനീരുറവ തേടിയുള്ള പ്രയാണത്തിലാണ് ഞാനും നിങ്ങളും. അതാണ് സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് തിന്മകളുടെ ശക്തികളുണ്ട്. അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ജയിക്കാൻ കഴിഞ്ഞാൽ പ്രിയമുള്ള നമ്മുടെ ലക്ഷ്യം തെറ്റാതെ നമ്മൾ എവിടെയാണോ എന്താണോ ആയിത്തീരേണ്ടത് അത് ആയിത്തീരുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു നല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നാം മുറുകെ പിടിക്കേണ്ടത് സത്യം മുറുകെ പിടിക്കണം. ഘനമായത്, നീതിയായതും നിർമ്മലമായത്, സൽഗുണമായത്, നമുക്ക് സൽകീർത്തി ലഭിക്കുന്നത് നമ്മൾ മുറുകെ പിടിക്കുക. നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിച്ചാൽ നിശ്ചയമായും നമ്മുടെ ലക്ഷ്യം അനുഗ്രഹമായി തന്നെ തീരും. ആ ലക്ഷ്യം കൈവരിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവകൃപകളും ധാരാളമായി നൽകട്ടെ. ആത്മീയമായ ലക്ഷ്യത്തെ മറന്നു കളയാതെ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവരാജ്യത്തിലെ നല്ല മുത്തുകളായി, നല്ല ഫലങ്ങളായി, കേടില്ലാത്ത നല്ല ഫലങ്ങളായി നമുക്ക് കർത്താവിനോടൊപ്പം ഒന്നുചേരാം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും. അത് മറന്നു പോകരുത്. അതിൽ വിഘാതമായി നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞ് ബോധപൂർവം ഒഴിവാക്കി നമ്മുടെ ക്രിസ്തു ദൗത്യത്തിൽ നമ്മൾ വിജയിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. അതിന് നാം ക്രിസ്തുവിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അതെന്താണ്? അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കുക, എല്ലാറ്റിനും മീതെ ദുഷ്ടന് തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ ഒരു വിശ്വാസം നമുക്ക് നേടിയെടുക്കുക, രക്ഷ എന്ന ശസ്ത്രം ധരിക്കുക, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് നമ്മൾ കൈക്കൊള്ളുക, പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിക്കുക. പ്രിയമുള്ളവരെ, ഭൗതിക തലത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിളക്കണയുമ്പോൾ ആത്മീയ തലത്തിൽ വീണ്ടും നമ്മുടെ വിളക്കുകൾ കത്തിജ്വലിക്കുവാൻ നമ്മൾ കർത്താവിനെ മാത്രം ലക്ഷ്യമിട്ട് ജീവിക്കുക. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി അശ്രാന്തം യത്നിക്കുക, പരിശ്രമിക്കുക. അതിൽ വരുന്ന തടസ്സങ്ങളെ ബോധപൂർവം ഒഴിവാക്കുക. പരിശുദ്ധാത്മാവ് അതിനെല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവെ, ഞങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും മറന്നുപോകാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരു തരത്തിലും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം ഞങ്ങളെ അനുവദിക്കരുത്. പലപ്പോഴും ഞങ്ങൾ ലക്ഷ്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നവരാണ്. ദൈവമേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയായി പൂർത്തീകരിച്ച് ആ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങൾ അന്യപ്പെട്ടു പോകാതെ ഞങ്ങളെ അവിടുന്ന് കരുതണമേ. ഞങ്ങൾ ആത്മീയ ലക്ഷ്യത്തിലും ഭൗതിക ലക്ഷ്യത്തിലും ഒരുപോലെ ഞങ്ങൾ നീതിപൂർവ്വം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എന്തായി തീരേണ്ടത്, ഞങ്ങളത് ആകാതിരിക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം തെറ്റലെന്ന് പറയുന്നത്. കർത്താവെ, ഞങ്ങളായി എന്താണോ ആയിത്തീരേണ്ടത് അത് തന്നെ ആകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവിന് വേണ്ടി അന്ത്യം വരെയും ലക്ഷ്യബോധമുള്ളവരായി, നല്ല സാക്ഷ്യമുള്ളവരായി, ശുദ്ധ മനസാക്ഷിയുള്ളവരായി ന്യായപ്രമാണത്തെയും കൽപ്പനകളിലൂടെ, വിധികളിലൂടെ, ചട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ലക്ഷ്യത്തിലൂടെ കർത്താവെ ദൈവരാജ്യം ഞങ്ങൾ നേടിയെടുക്കുവാൻ അവിടുന്ന് സഹായിക്കണം. തിരുകൃപയാൽ ഞങ്ങൾ നിറയ്ക്കണം. എല്ലാ മഹത്വം അങ്ങേക്ക്. യേശു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അവിടെ ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക്, ക്രിസ്തുവെന്ന ദൗത്യമെന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തി അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.